Dear students, BVOC second sem paper general biochemistry വരുന്ന യൂണിറ്റ് 3 വരുന്ന renin angiotensin system ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ റീനൽ പ്ലാസ്മയുടെ ഫ്ലോ ഡിക്രീസ് ചെയ്യുകയും അതുവഴി റെനിൻ റിലീസ് ആവുകയും ചെയ്യുന്നുണ്ട്. റെനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ റിലീസ് ചെയ്യിക്കുന്നത് നമ്മുടെ ജെക്സ്റ്റാഗ്ലോർ മോളുലർ സെൽസ് എന്ന് പറയുന്ന സെൽസ് ആണ്. ഇതിൻ്റെ റെനിൻ്റെ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷറിൻ്റെ ഡിക്രീസ്, സോൾട്ടിൻ്റെ ഡിപ്ലീഷൻ, അതുപോലെ തന്നെ പ്രോസ്ഗ്ലാൻഡിൻസ്. ഈ 3 കാര്യങ്ങളാണ് റെനിൻ്റെ സ്റ്റിമുലേഷന് കാരണമാകുന്നത്. ഇനി റെനിൻ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, സോൾട്ടിൻ്റെ ഇൻടേക്ക് വരുമ്പോൾ, പ്രോസ്ഗ്ലാൻഡിൻ്റെ ഇൻഹിബിറ്റേഴ്സ് വരുമ്പോൾ ആൻഡ് ആൻജിയോടെൻസിൻ 2. ഈ 4 കാര്യങ്ങളാണ് റെനിൻ്റെ ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. റെനിൻ എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ആൻജിയോടെൻസിനോജനിൽ ആക്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ് റെനിൻ എന്ന് പറയുന്നത്. റെനിൻ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ അതിൻ്റെ വോളിയം കുറയുന്ന ഒരു കണ്ടീഷൻസിലാണ് റീനൽ പ്ലാസ്മയുടെ ഫ്ലോ ഡിക്രീസ് ചെയ്തിട്ടാണ് റെനിൻ ഇൻക്രീസ്ഡ് ആവുന്നത് അല്ലെങ്കിൽ റെനിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത്. ഈ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം അതായത് ACA എന്ന് പറയുന്നത് ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. ലങ്സിലാണ് ഇത് കാണപ്പെടുന്നത്. ACAയുടെ ഇൻഹിബിറ്റേഴ്സ് നമുക്ക് എന്തെങ്കിലും എഡിമ വരുമ്പോഴോ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ ഒക്കെ വരുമ്പോൾ ACE നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പലതരത്തിലുള്ള പെപ്റ്റൈഡ്സ് അനലോഗ്സ് ഓഫ് ആൻജിയോടെൻസിൻ 2 അതായത് സെർലാസിൻ ആൻഡ് ആൻറ്റഗോണിസ്റ്റ് ആണ് ഈ പറഞ്ഞ നമ്മുടെ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ആൻജിയോടെൻസിൻ 1 എന്ന് പറയുന്നത് ഒരു ഇൻആക്റ്റീവ് സ്റ്റേറ്റിലുള്ളതാണ്. നമുക്കത് ആക്റ്റീവായിട്ട് പറ്റില്ല. അതായത് റെനിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യില്ല. അതായത് ACE ഇൻഹിബിറ്റർ വർക്കിംഗ് അല്ല ആര് ചെയ്യുന്നത്? ആൻജിയോടെൻസിൻ 1 ചെയ്യുന്നത്. പക്ഷേ ആൻജിയോടെൻസിൻ 2ഉം ആൻജിയോടെൻസിൻ 3യും ആക്റ്റീവ് ഫോമിലുള്ളതാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈംസ് ഇൻഹിബിറ്റ് ആവാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ് നമ്മൾ ഓട്ടോ റെഗുലേഷനാണ് പറയുന്നത്. ആൻജിയോടെൻസിൻ 2 ബ്ലഡ് പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ആവുകയും അതുവഴി നമ്മുടെ ആർട്രിയോൾസ് വാസോ കൺസ്ട്രക്ഷൻ അതിന് സംഭവിക്കുന്നു. അത് ആൽഡോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുവഴി കോർട്ടിക്കോസ്റ്റിറോൺ ആൽഡോസ്റ്റിറോണായിട്ട് കൺവേർട്ട് ആവുന്നു ചെയ്യുന്നത്. ഇവിടെ റെനിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ റെനിൻ്റെ പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഏട്രിയൽ നാച്ചുറിസ്റ്റിക് പെപ്റ്റൈഡ്സ് ഇതുവഴി ഏട്രിയൽ സ്ട്രെച്ച് റിസപ്റ്റേഴ്സിൽ നിന്ന് സെക്രീറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് റെനിൻ ഇൻഹിബിറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആൽഡോസ്റ്റിറോണിൻ്റെ സെക്രീഷനും സോഡിയത്തിൻ്റെ എലിമിനേഷനും ഇൻഹിബിറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് റോൾ ഓഫ് ആൽഡോസ്റ്റിറോൺ ആണ് നോക്കുന്നത്. ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അഡ്രിനൽ ഗ്ലാൻഡ് നമ്മുടെ കിഡ്നിയുടെ തൊട്ട് മുകളിൽ ഒരു ക്യാപ്പ് പോലെ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ്. ഇതിൻ്റെ ആൽഡോസ്റ്റിറോണിൻ്റെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് വാട്ടർ ബാലൻസ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബോഡിയിലുള്ള ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ആൽഡോസ്റ്റിറോൺ കോൺട്രിബ്യൂട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീനൽ സോഡിയം റിറ്റൻഷൻ. ഇത് നമ്മുടെ ആൽഡോസ്റ്റിറോൺ ആണ് ആ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡിസ്റ്റൽ ട്യൂബ്യൂൾസും കളക്റ്റിംഗ് ഡക്ട്സിലും ആൽഡോസ്റ്റിറോൺ ആക്ട് ചെയ്തിട്ടാണ് സോഡിയം അയോൺസിൻ്റെ റീഅബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാട്ടറിൻ്റെ റിറ്റൻഷൻ നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുവഴി സോഡിയം വാട്ടറിൽ കൂടെ അതായത് യൂറിനിൽ കൂടെ പുറത്തോട്ട് പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന വഴി ആൽഡോസ്റ്റിറോൺ നമ്മുടെ ബോഡിയിലോട്ട് വാട്ടറിനെ റീറ്റെയിൻ ചെയ്തെടുക്കുന്നു. അതുവഴി വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി പൊട്ടാഷ്യം എക്സ്ക്രീഷൻ ഉണ്ട്. അതായത് ആൽഡോസ്റ്റിറോൺ സോഡിയം റിറ്റൻഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ പൊട്ടാഷ്യത്തിൻ്റെ എക്സ്ക്രീഷനും നമ്മുടെ ആൽഡോസ്റ്റിറോൺ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുവഴി നമ്മുടെ സോഡിയവും പൊട്ടാഷ്യവും ഒരേ അളവിൽ ബാലൻസ്ഡിങ് സിറ്റുവേഷൻസിലോട്ട് ഒരു ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ റീഅബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ആൽഡോസ്റ്റിറോൺ ആണ് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. വാട്ടർ റീഅബ്സോർപ്ഷനുവേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇൻഡയറക്റ്റ്ലി ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നുണ്ട്. അതായത് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കുമ്പോൾ സൊല്യൂട്ട്സിൻ്റെ കോൺസെൻട്രേഷൻ അതായത് സോഡിയം, പൊട്ടാഷ്യം അതിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ ഇൻക്രീസ്ഡ് ആവുന്നു. റീനൽ ട്യൂബ്യൂൾസിൽ ഇത് വരുന്നു. ദെൻ അതിന് വീണ്ടും ആ വാട്ടറിനെ വീണ്ടും ബ്ലഡ് സ്ട്രീമിലോട്ട് എൻ്റർ ചെയ്യിച്ച് ബ്ലഡ് സ്ട്രീമിലേക്ക് ആ ഒരു മിനറൽസിനെ വീണ്ടും ആഡ് ചെയ്തിട്ടാണ് ആ ഒരു റീഅബ്സോർപ്ഷൻ പ്രൊസീജിയർ ആൽഡോസ്റ്റിറോൺ കംപ്ലീറ്റ് ചെയ്യുന്നത്.
പിന്നെ ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാനും ആൽഡോസ്റ്റിറോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ആൽഡോസ്റ്റിറോൺ സോഡിയത്തിനെയും വാട്ടറിനെയും ബാലൻസ് ചെയ്യുന്ന വഴി ബ്ലഡ് പ്രഷറും കൂടി റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ സോഡിയം റീഅബ്സോർപ്ഷനും അതുപോലെ തന്നെ വാട്ടറിൻ്റെ റിറ്റൻഷനും വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് വോളിയം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. അതുവഴി ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആവാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആൽഡോസ്റ്റിറോൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് വരാൻ കാരണമാകുന്നു. പിന്നെ ആൽഡോസ്റ്റിറോൺ റിലീസ് റെഗുലേഷനാണ്. ആൽഡോസ്റ്റിറോൺ ഒരു റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ RAS എന്ന് പറയുന്നൊരു സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് ആൽഡോസ്റ്റിറോണിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ ബ്ലഡ് പ്രഷർ ഡിക്രീസ്ഡ് ആവുന്ന കണ്ടീഷൻസിൽ, അതായത് സോഡിയം ലെവൽ ഡിക്രീസ്ഡ് ആവുന്ന കണ്ടീഷൻസിൽ കിഡ്നി എന്ത് ചെയ്യും? റെനിനെ റിലീസ് ചെയ്യും. ആ റെനിൻ ആൻജിയോടെൻസിൻ 2നെ സ്റ്റിമുലേറ്റ് ചെയ്യും. ദെൻ ആൻജിയോടെൻസിൻ 2 എന്ത് ചെയ്യും? ആൽഡോസ്റ്റിറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ സോഡിയം വാട്ടറിൻ്റെയും റിറ്റൻഷൻ ബ്ലഡിൽ നടക്കുകയും അതുവഴി ബ്ലഡ് പ്രഷർ നോർമൽ ആവുകയും ചെയ്യുന്നു. അതായത് ബ്ലഡിൽ സോഡിയത്തിൻ്റെ അളവ് ഇൻക്രീസ്ഡ് ആയിട്ട് ബ്ലഡ് പ്രഷർ നോർമലൈസ് ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആൽഡോസ്റ്റിറോണിൻ്റെ ഒരു റോളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റത്തിൻ്റെ റോളാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ബോഡിയിൽ വാട്ടർ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വാട്ടർ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം അല്ലെങ്കിൽ RAS എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ ബാലൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇലക്ട്രോലൈറ്റ് ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റമാണ്. റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റത്തിൽ സീരീസ് ഓഫ് ഹോർമോൺസും എൻസിമാറ്റിക് ആക്ഷൻസും ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതായത് ആൻജിയോടെൻസിൻ 2ൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് പൊട്ടൻറ്റ് വാസോ കൺസ്ട്രക്റ്റർ, ദെൻ ആൽഡോസ്റ്റിറോൺ. ഇതാണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈമാറ്റിക് ആക്ഷൻസ്. പിന്നെ പലതരത്തിലുള്ള ഹോർമോൺസും ഉണ്ട് സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും ബാലൻസിന് വേണ്ടിയിട്ട്. ഇവിടെ നമുക്കൊരു ഓവർവ്യൂ നോക്കാം. ആദ്യം റെനിൻ്റെ റിലീസാണ് പറയുന്നത്. റെനിൻ എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. കിഡ്നിയാണ് റെനിനെ റിലീസ് ചെയ്യുന്നത്. അതിന് നമ്മൾ കിഡ്നി റെനിനെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൽസിനെയാണ് നമ്മൾ ജസ്റ്റാഗ്ലോമെറുലർ സെൽസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള സ്റ്റിമുലസ് വരികയും, അതായത് ലോ ബ്ലഡ് പ്രഷർ, ലോ സോഡിയം ലെവൽ, സിംറ്റമാറ്റിക് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോഴാണ് കിഡ്നി സെൽസ് റെനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ആൻജിയോടെൻസിനോജൻ കൺവേർഷൻ ആണ്. റെനിൻ ആൻജിയോടെൻസിനോജനായിട്ട് ആക്ട് ആവുകയും അതുവഴി ഒരു പ്രോട്ടീൻ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ആൻജിയോടെൻസിൻ 1നെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ആവുന്നു. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ACE ആണ്. അത് നമ്മുടെ ലങ്സിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പ്രൈമറിലി ലങ്സിലാണ് കാണപ്പെടുന്നത്. അവിടെ വെച്ചിട്ടാണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ACE ആണ് ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ഈ ഒരു കൺവേർഷൻ പ്രൊസീജിയർ ആൻജിയോടെൻസിൻ്റെ ആക്ടിവേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻജിയോടെൻസിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻജിയോടെൻസിൻ 2 ആണ് വാട്ടർ ബാലൻസിന് മെയിനായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ വാസോ കൺസ്ട്രക്ഷൻ നടത്തുന്നത് ആരാണ്? ആൻജിയോടെൻസിനാണ്. അതായത് ആൻജിയോടെൻസിൻ 2 ആണ് ബ്ലഡ് വെസൽസിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈംസ് നമ്മൾ ആർക്ക് കൊടുക്കാറില്ല? ഹാർട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ കാർഡിയാക് പ്രോബ്ലംസ് ഉള്ളവർക്ക് AC ഇൻഹിബിറ്റേഴ്സ് ഡ്രഗ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. കാരണം ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം അവിടെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ ഇൻക്രീസ്ഡ് ആവാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ആൽഡോസ്റ്റിറോണിൻ്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ഈ ഒരു റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം തന്നെയാണ്. ആൻജിയോടെൻസിൻ 2 ആണ് ആൽഡോസ്റ്റിറോണിനെ അഡ്രിനൽ ഗ്ലാൻസിൽ നിന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ആൽഡോസ്റ്റിറോണിൻ്റെ ആക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് കിഡ്നിയിലാണ് വർക്ക് ചെയ്യുന്നത്. വാട്ടറിൻ്റെയും സോഡിയത്തിൻ്റെയും റീഅബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് ആൽഡോസ്റ്റിറോൺ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴി ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനും ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനും കാരണമാകുന്നു. ഇനി ആൻറ്റി ഡയയൂറിറ്റിക് ഹോർമോൺ അല്ലെങ്കിൽ ADH എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൻജിയോടെൻസിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആൻറ്റി ഡയയൂറിറ്റിക് ഹോർമോൺ എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ആൻറ്റി ഡയയൂറിറ്റിക് ഹോർമോണിനെ റിലീസ് ചെയ്യുന്നത്. ADH ആണ് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ കിഡ്നിയിൽ വെച്ചിട്ട് നടത്താനായിട്ട് സഹായിക്കുന്നത്. അതുവഴി വാട്ടർ യൂറിനിൽ കൂടെ പുറത്തോട്ട് പോകുന്നത് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, പിന്നെ തേഴ്സ്റ്റ് സ്റ്റിമുലേഷൻ നടത്തുന്നത് ആൻജിയോടെൻസിൻ 2 തന്നെയാണ്. അതായത് നമുക്ക് എപ്പോഴും ഒരു ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു തേഴ്സ്റ്റിംഗ്, ദാഹിക്കുക എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ആൻജിയോടെൻസിൻ 2 തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.